അല്ലുമോന് പനി ഭേദമില്ലാത്തതുകൊണ്ട് വീണ്ടും ഓന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആസാനുവിനെ കൊണ്ടുവരണ്ടാന്ന് 100 വട്ടം ഞാൻ എൻ്റെ കുഞ്ഞുമോനോട് പറഞ്ഞതാണ്, കേട്ടില്ല. ഇപ്പം അതുകൊണ്ട് എന്തുണ്ടായിന്ന് അറിയാം, തക്കിട വണ്ടി തരികിട വണ്ടി കണ്ടിരിക്കാനായി. അങ്ങനെ ഞങ്ങൾ 12:30ക്ക് ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ 4:30 മണി. എൻ്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായത്, കാരണം വെറുതെ അവിടെ ഇരുന്ന് കുറേ സമയം പോയല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ അതൊന്നും കുഴപ്പമില്ല, കുട്ടിക്ക് മാറിയാൽ മതിയല്ലോ. ഇന്നലെ രാത്രി അല്ലുമോന് നല്ല കുരണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും ഓനും തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ രാവിലെ ഞാൻ ഒരു 9:45 10 മണിയായപ്പോഴത്തേന് എൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിച്ച് വെച്ചിട്ടാണ്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് നീച്ചത്. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ഇരുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. ചെന്ന പാടെ കിടക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി കിടക്കണ്ട, കിച്ചണിൽ കയറാമെന്ന്. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാനൊരു ക്യാപ്സിക്കം ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണാനില്ലെന്ന്. ചില സമയത്ത് എനിക്ക് തോന്നും ഗൂഗിളിൽ നോക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി നിന്ന്. ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ കണ്ട് തിരഞ്ഞാൽ കാണൂല. അങ്ങനെ ക്യാപ്സിക്കൊക്കെ മിക്സ് ചെയ്ത്, അല്ല, കട്ട് ചെയ്തു. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ്. തക്കാളിയൊക്കെ ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ആയി കണ്ടാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ചിക്കൻ കറി സെറ്റായി. പിന്നെ വൈകുന്നേരം അല്ലുവിന് ചൂടോടെ ചോറ് കൊടുക്കാൻ വെച്ച് ചോറും സെറ്റാക്കി. ഞാൻ അസാനുവിനായിട്ട് മേലേക്ക് പോയിക്കാണ്ട് കുറച്ച് സമയം റീല് കാണാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാൻ പണി നേരത്തെ കഴിച്ചത്. അത്ര ഉള്ളിട്ട്